വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ പിഞ്ച് മുരിങ്ങക്കായ കൊണ്ടുള്ളൊരു തോരനാണ്. ഇപ്പോൾ നന്നായിട്ട് മുരിങ്ങ പൂക്കുന്ന സമയമാണല്ലോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പിഞ്ച് മുരിങ്ങക്കായ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തോരൻ റെഡിയാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നു നോക്കാം. ഇത് കണ്ടോ, ഇതുപോലുള്ള പിഞ്ച് മുരിങ്ങക്കായാണ് നമ്മൾ പറിക്കേണ്ടത് കേട്ടോ. പറിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ ഇതിങ്ങനെ ഇതുപോലെ പൊട്ടി വരണം. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ തോരൻ റെഡിയാക്കാനായിട്ട് എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂത്തത് എടുക്കരുത് കേട്ടോ. ഇതുപോലെ ഉള്ളത് മാത്രം നമ്മൾ തോരൻ റെഡിയാക്കാനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മുരിങ്ങയുടെ പൂവും കൂടെ ഇട്ടിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാം. നിങ്ങൾക്ക് ഇത് പിഞ്ച് കായ മാത്രം കൊണ്ട് തോരൻ റെഡിയാക്കണമെങ്കിൽ അതും റെഡിയാക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തോരൻ റെഡിയാക്കണത്. അപ്പോൾ പൂ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതൊരു കടായി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. പിന്നീട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ആ ഒരു പച്ചമണം ഒക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമല്ലോ ഉള്ളി. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരവിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിഞ്ച് മുരിങ്ങക്കയുടെ പിഞ്ചുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ പൂവ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. തീരെ വെള്ളം ചേർക്കണില്ല, അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ചോറിന് പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പിഞ്ച് മുരിങ്ങക്കായ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പൂവില്ലാതെ ആണെങ്കിൽ മുരിങ്ങയുടെ പൂവില്ലാതെ വെറുതെ പിഞ്ച് കായ വെച്ചിട്ടുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോരൻ റെഡിയാക്കണമെങ്കിൽ അതുപോലെ തോരൻ റെഡിയാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.